അൻവറിനെ തടുക്കണം. ആകെ വെട്ടി നിരത്തിയല്ലോ. ഇപ്പം മരുമാന് വേണ്ടിയിട്ട് എന്തൊക്കെ നടന്നു? കണ്ണൂരിലെ എല്ലാ ജയരാജന്മാരെയും മുക്കിലാക്കിയില്ലേ? ഇപ്പോൾ ഒരു സെക്രട്ടറി അവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ എവിടുന്നാ വന്നത്. കോഴിക്കോട് എന്താ ചെയ്തത്? കോഴിക്കോട് ആദ്യം സഖാവ് എളമരം കരീമിനെ വെട്ടി മൂലക്കാക്കി സൈഡാക്കി. നിങ്ങളറിയാം, അദ്ദേഹത്തെ ഇപ്പോൾ കാണാറുണ്ടോ? അതിന് ചെറിയ സഹായം മോഹനമാഷ എടുത്തു. ഇപ്പോൾ മോഹനമാഷയും വെട്ടി സൈഡാക്കി. ഇപ്പം മൂപ്പരുടെ സന്തത സഹചാതി ഒരു മെഹബൂബ പാർട്ടിയുടെ സെക്രട്ടറി. പിന്നെ ആകെ ബാക്കിയുണ്ടായിരുന്നത് പ്രദീപ് കുമാറാണ്, മുൻ MLA. സംസ്ഥാന കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റി ഇല്ല, സ്റ്റേറ്റ് കമ്മിറ്റിയില്ല, ഒന്നുമില്ല. എന്നാലും കോഴിക്കോട് ജില്ലയിലെ സഖാക്കളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ്. അയാളെ ശല്യം കൂടി നീക്കണം. നമ്മൾ ഈ കായലിൽ നിന്നൊക്കെ ചണ്ടി നീക്കുന്നുണ്ടല്ലോ വെള്ളം തെളിയാൻ. അപ്പോൾ മൂപ്പർക്കൊരു പണിയെടുത്തു, മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ ഒരു ക്ലർക്കിൻ്റെ പണിയെടുത്ത് മൂപ്പർ അങ്ങോട്ട് വിട്ടു. ഇപ്പം ഗ്രൗണ്ട് ക്ലിയറാണ് കോഴിക്കോടും കണ്ണൂരൊക്കെ. ഇനിയിപ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുന്നു. മൂപ്പർ വിചാരിച്ച ആളുകൾ ഈ പറയുന്ന മരുമോനിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സ്ഥാനാർത്ഥിയെ പാർട്ടിയെ പൂർണ്ണമായും കയ്യിലാക്കിയില്ലേ? അപ്പോൾ അന്ന് ആ ആളുകൾ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇന്നത് തെളിയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ PV അൻവറിനെ തടയണം. PV അൻവറിന് പേര് കിട്ടാൻ പോകുന്ന ജനങ്ങളുടെ ഇടയിൽ സ്വാധീനിക്കുന്ന എല്ലാ പദ്ധതികൾക്കും തടസ്സം സൃഷ്ടിച്ചു. അതിലെ ഒന്നാമത്തതാണ് നിലമ്പൂർ ബൈപ്പാസ്. ആ ബൈപ്പാസ് 10-20-30 കൊല്ലമായി അങ്ങനെ കിടക്കുക. 8 കൊല്ലം ഞാൻ നിരന്തരമായി എൻ്റെ 2 PM-മാർക്ക് ഇത് മാത്രമാണ് പണിയുണ്ടായിരുന്നത്. പക്ഷേ പൈസ കിട്ടില്ല. ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും അത് പ്രഖ്യാപനം ഉണ്ടാവും. ഇന്നും അവിടെ കിടക്കുക. 500 കുടുംബങ്ങൾ നരകയാതന അനുഭവിക്കുക. ഈ 21-26 തീർക്കാൻ കഴിയുമെന്ന പദ്ധതി അവിടെ നിർത്തി. പല സമരങ്ങൾ വരെ നടത്തി. അവസാനം ഇവരൊരു ആവശ്യം ഉന്നയിച്ചു. അവർക്ക് ഒന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാൽ അവരെയും കൂട്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയി. മുഖ്യമന്ത്രിയെ കാണാൻ 50 കുടുംബങ്ങൾ തിരുവനന്തപുരത്ത് വന്നു. മുഖ്യമന്ത്രിക്ക് കണ്ടു, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. അന്ന് വൈകുന്നേരം നിലമ്പൂർ LC സെക്രട്ടറി ഹരിയുടെ ഫേസ്ബുക്ക് പോലെ ഒരു ഫോട്ടോ ആണ്. ആ മുഖ്യമന്ത്രിക്ക് ഇവർ കൊടുക്കുന്ന പരാതിയുടെ ഫോട്ടോ വെച്ചിട്ട് അടിക്കുറിപ്പ് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ? ഈ സാധുക്കളെ കൊണ്ടുപോയി പറ്റിച്ചത് ആരാന്ന്? പാർട്ടിയുടെ നിലമ്പൂരിലെ ലോക്കൽ സെക്രട്ടറിയാണ്. ഞാനിത് കണ്ട അന്തം വിട്ടു. അപ്പം അത് പൂർണ്ണമായിട്ടും ആ ഓപ്പറേഷൻ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മുഹമ്മദ് റിയാസിന് വേണ്ടി PV അൻവറിനെ വെട്ടാനാണ്. ഈ എന്താ പറയുക, നിലമ്പൂർ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ തമിഴിൽ നിന്ന് കർണാടക റോഡിനെ ഇൻ്റർലിങ്ക് ചെയ്യുന്ന ലക്ഷക്കണക്കിന് പോകുന്ന ആളുകൾ ഇന്നും ആ കഷ്ടപ്പാടിലും ദുരിതത്തിലാണ്.